അഡ്വക്കേറ്റ് ആന്റണി പിള്ളയിൽ നോക്കൂ, ഈ എൻ വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ നമ്മുടെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന മൂന്നാം പ്രതി എൻ വാസു പരിപാലനവും ഏറെ മൂല്യമുള്ളതുമായ ശബരിമല ക്ഷേത്ര ശ്രീകോവിലിൻ്റെ വാതിൽ കട്ടിളപ്പാളികളിലും അതിനോട് ചേർന്ന പ്രഭാമണ്ഡലത്തിലും സ്വർണം പതിച്ചിട്ടുണ്ടെന്ന അറിവുണ്ടായിരുന്നിട്ടും മറ്റു പ്രതികളുമായി കൂടി ചേർന്ന് കുറ്റകരമായി ഗൂഢാലോചന നടത്തി അഞ്ചാം പ്രതി അങ്ങനെ പോവാണ്. ഇപ്പോൾ നോക്കൂ, പ്രഭാമണ്ഡലം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ. ഇപ്പോൾ പ്രഭാമണ്ഡലം അസൽ പ്രഭാമണ്ഡലം തന്നെയാണോ അവിടെ ഉള്ളതെന്ന് SIT പരിശോധിക്കേണ്ടതല്ലേ? അത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാവേണ്ടതല്ലേ SITയുടെ ഭാഗത്ത് നിന്ന്? കാരണം പ്രഭാമണ്ഡലത്തെക്കുറിച്ച് അവർക്കറിയാം, ഈ വാതിൽ കട്ടിളപ്പാളികളോട് അനുബന്ധമായിട്ടുള്ളതാണ് പ്രഭാമണ്ഡലം എന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാം. പക്ഷേ നിലവിൽ അത് അസലാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടേ? ഈ പരിശോധന ഒരുപക്ഷെ ഈ ശാസ്ത്രീയ പരിശോധനയിൽ അതും ഉൾപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ താങ്കൾ ഉൾപ്പെടെ 5 പേര് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധയിലേക്കാണ്, ഞാനൊരു അഭിപ്രായ വോട്ടെടുപ്പിന്റെ ഭാഗമായി എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശബരിമലയിൽ മോഷണം നടന്നിട്ടുണ്ടോ? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. നടന്നിട്ടുണ്ട്. ജോർജ് ജോസഫ് സാറിന്റെ അഭിപ്രായം എന്താണ്? ശബരിമലയിൽ മോഷണം നടന്നിട്ടുണ്ടോ? ജോർജ് ജോസഫ് സാറിന്റെ അഭിപ്രായം? മോഷണം നടന്നു. മഹേഷ് ജിയുടെയോ? അതിന് തർക്കമില്ലല്ലോ. ശ്രീ ജയചന്ദ്രൻ സാറിന്റെ അഭിപ്രായം എന്താണ് സാർ? തീർച്ചയായും മോഷണം നടന്നു തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീ ജോർജ് ജോസഫ് സാറ് നിയമരംഗത്തും പോലീസ് രംഗത്തും ഒക്കെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചുള്ള ആളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിന്റെ രേഖകളെല്ലാം ഞാൻ ഇത് പഠിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇത് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 3701/2025 എന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശ്രീ അനിൽ നമ്പ്യാരുടെ കയ്യിലിരിക്കുന്ന ഇന്നലത്തെ റിമാൻഡ് റിപ്പോർട്ട് ശ്രീ എൻ വാസുവിനെ റിമാൻഡ് ചെയ്തുകൊണ്ട് റാന്നി കോടതിയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന പത്തനംതിട്ട കോടതി റിമാൻഡ് ചെയ്ത റിപ്പോർട്ടിനകത്തെ ആദ്യ പേജ് താങ്കളൊന്ന് നോക്കണം. അതിനകത്ത് ഇന്ത്യൻ പീനൽ കോഡിന്റെ കാലത്തായിരുന്നു ഈ ഒഫൻസ് നടന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ കാലഘട്ടമാണ് ഇത്. പക്ഷേ ഇതിന്റെ ആ ഒക്കറൻസ് നടന്നത് ഇന്ത്യൻ പീനൽ കോഡിന്റെ കാലഘട്ടമായതുകൊണ്ട് IPC ഒഫൻസുകളാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് എവിടെയെങ്കിലും മോഷണത്തിന്റെ 379 ഇട്ടിട്ടുണ്ടോ ഇല്ലയോ? ഇട്ടിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഇട്ടിട്ടില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ഒഫൻസുകളും ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ വിസ്തരിക്കത്തക്ക രീതിയിലുള്ളത് മാത്രമേ ഉള്ളൂ. നിയമത്തിന്റെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് തെളിയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒഫൻസുകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ. 403, 406, 409, 466, 467 തുടങ്ങിയവയെല്ലാം ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ അല്ലെ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് തുടങ്ങിയ സമാന സാഹചര്യത്തിലുള്ളതും തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒഫൻസ് ആണ്. 379 ഇതിനകത്ത് ഇട്ടിട്ടില്ല. മോഷണം ഇട്ടിട്ടില്ല എന്നുള്ള ഒരു ഗുരുതരമായ വീഴ്ച ഇതിനകത്ത് തന്നെ ഉണ്ട്. ചിലപ്പോൾ ചാർജ് കൊടുക്കുന്ന കാലത്ത് കൊടുത്തുകൂടാഴികയില്ല. പക്ഷേ ഇപ്പോഴും SIT അന്വേഷിക്കുന്നു, ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ട് എന്നൊക്കെയുള്ള കാരണത്താൽ സാധാരണ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നു ഇത് പഴുതടച്ചൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോന്നൽ എല്ലാ ജനങ്ങളിലേക്കും ഉണ്ടാക്കാൻ ഈ അന്വേഷണത്തിന് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് മോഷണത്തിന്റെ ഒഫൻസ് ഇട്ടിട്ടില്ല എന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട്. അനിൽ വിളയിൽ ഇപ്പൊ കുറ്റപത്രം കൊടുക്കുന്ന സമയത്ത് മോഷണം വരും, ഒരു സംശയമില്ല. പക്ഷേ ഒറ്റനോട്ടത്തിൽ തന്നെ ഇവിടെ മോഷണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ആ കൃത്യത്തെ നമ്മൾ ലഘൂകരിക്കുകയാണ്. മോഷണല്ല, ഇവിടെ കൊള്ളയാണ് നടന്നത്. അപ്പോ പോട്ടെ FIRലെങ്കിലും ഒരു തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, അതെ, ഈ പിന്നെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അതുണ്ട്, ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്, എന്തുകൊണ്ട് തെഫ്റ്റ് ഉൾപ്പെടുത്തിയില്ല? ഇട്ടിട്ടില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശ്രീ അനിൽ നമ്പ്യാർ, താങ്കളുടെ കയ്യിൽ ഇരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിനകത്തെ 14ാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്രമാത്രം ഉദാസീനമായിട്ടാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിയമരംഗത്തുള്ളവർക്ക് മനസ്സിലാകും. ശ്രീ അനിൽ നമ്പ്യാർ, മോഷണത്തിന്റെ മറ്റൊരു മലയാളം വാക്കാണല്ലോ അപഹരണം എന്ന് പറയുന്നത്. ശ്രീ ജോർജ് ജോസഫ് സാറിനും അറിയാം, മോഷണത്തിന്റെ മറ്റൊരു പര്യായ പദമാണ് അപഹരണം. പക്ഷെ ഈ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് FIRനുസരിച്ച് 379 ഇട്ടിട്ടില്ല എങ്കിലും ആ 14ാമത്തെ പാരഗ്രാഫിലെ മുകളിലത്തെ 3ാമത്തെ വരി ഒന്ന് നോക്കുക. അപഹരണം കണ്ടില്ലേ താങ്കള്? അപഹരിച്ചെടുത്ത്, 1ാം പ്രതിയും മറ്റു പ്രതികളും സ്വർണം അപഹരിച്ചെടുത്ത് എന്ന വാക്ക് താങ്കൾ കണ്ടല്ലോ 14ാമത്തെ പാരഗ്രാഫിലെ മുകളിലത്തെ 3ാമത്തെ വരി. അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
ഇത് തന്നെയാണ് സാമാന്യ യുക്തി അനുസരിച്ച്, നിയമം അനുസരിച്ച് കാര്യങ്ങൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. ഇത് ഭാവിയിൽ വാസു എന്ന് പറയുന്ന ആ മഹാകള്ളൻ ഉൾപ്പെടെയുള്ള പ്രതികളെ സഹായിക്കാൻ വേണ്ടി SIT തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കഥയാണ്. ഈ തിരക്കഥ എഴുതപ്പെടുന്നത് AKG സെന്ററിലും കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ അഭിഭാഷകരുമാണ് ഇതിന്റെ തിരക്കഥ തയ്യാറാക്കി കൊടുക്കുന്നത് എന്നുള്ള വിവരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ശ്രദ്ധിക്കൂ, ഈ കേസുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി 6 ആഴ്ച സമയപരിധിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ 6 ആഴ്ചക്കാലത്തെ 5ാമത്തെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ മാത്രമാണ് വാസു എന്ന് പറയുന്ന ഈ മഹാകള്ളനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് 1ാം പ്രതിയുടെയും 6ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും 6ാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിന്റെയും വീടും ഓഫീസുകളും മാത്രമേ നാളിതുവരെ റെയ്ഡ് ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ശ്രീ വാസു, ശ്രീ പത്മകുമാർ തുടങ്ങിയ വലിയ കള്ളന്മാരിലേക്ക് ഈ അന്വേഷണം പോകരുത്, അല്ലെങ്കിൽ പോയാൽ തന്നെയും ഭാവിയിൽ അവരൊന്നും കാരാഗൃഹവാസികൾ ആവരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. വാസുവിന്റെ കാര്യം താങ്കൾക്കറിയാമല്ലോ. വാസുവിനെ നിയമിച്ചതാരാണ്? പിണറായി എന്ന് പറയുന്ന പിണറായി സർവീസ്, ഇതിനകത്തൊരു പ്രത്യേകത, പിണറായി സർവീസ് കമ്മീഷൻ, പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല ഞാൻ പറഞ്ഞത്, പിണറായി സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന PSC കള്ളനായിട്ട് നിയമനം കൊടുത്തതും ജഡ്ജിയായിട്ട് നിയമനം കൊടുത്തതും ഒരൊറ്റ വ്യക്തിയെ ലോകത്തുള്ളൂ. കള്ളനായിട്ട് നിയമനവും ജഡ്ജിയായിട്ട് നിയമനവും കൊടുത്തിരിക്കുന്ന വാസുവിനാണ്. അദ്ദേഹം ഇപ്പോൾ കള്ളനാണല്ലോ. ആ കള്ളനായിട്ട് നിയമിക്കാൻ ഇടയാക്കിയത് 2 ടേം ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറും 1 ടേം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ കള്ളത്തരത്തിലുള്ള കള്ളനായിട്ടും പിണറായി സർവീസ് കമ്മീഷൻ നിയമിച്ചു. ജഡ്ജിയായിട്ട് നിയമിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. വിജിലൻസിന്റെ ട്രൈബ്യൂണലായിരുന്നു അദ്ദേഹം. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ലോയർ കൂടിയാണ്. അത്തരത്തിലുള്ള ഒരേ വ്യക്തിത്വം, ഡ്യുവൽ പേഴ്സണാലിറ്റി നമ്മൾ പറയും, അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറഞ്ഞ പോലെ ഒരു ശരീരത്തിന്റെ 2 ഭാഗം വാസുവിന്റെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഭാഗം പൂർണ്ണമായും കള്ളനും ഒരു ഭാഗം പൂർണ്ണമായിട്ടും ജഡ്ജിയുമാണ്. ഇത്തരത്തിൽ കള്ളനും ജഡ്ജിയുമായ ഒരാൾക്ക് 6 ആഴ്ച കാലം കൊണ്ട് സർവ്വ തെളിവുകളും നശിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേറെ ഒത്തിരി പാളിച്ചകൾ ഈ കേസിന്റെ അന്വേഷണത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ശ്രീ മഹേഷ് പണിക്കർ സൂചിപ്പിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ ആർക്കിയോളജിക്കൽ വാല്യൂവിനെ പറ്റി. ഈ പ്രഭാമണ്ഡലം എന്ന് പറയുന്നത് തോരണം എന്ന് പറഞ്ഞു. ഈ തോരണം എന്ന് പറഞ്ഞ ഓരോ രൂപങ്ങൾ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് അല്ലെ ശ്രീ മഹേഷ് പണിക്കർ? നമ്മളുടെ വീടുകളുടെയൊക്കെ പാലുകാച്ച സമയത്ത് നമ്മൾ ആലിലെയും മാവിലെയും ഒക്കെ ഇങ്ങനെ കുരുത്തോലകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടാണല്ലോ പ്രവേശിക്കുന്നത്. അതേ രൂപങ്ങളാണ്. ഇത് കടത്തിക്കഴിഞ്ഞാൽ ഓരോ രൂപം ശബരിമലയിലെ ആലിലെ ആയിരുന്നു ഇത്, ശബരിമലയിലെ കുരുത്തോലയായിരുന്നു ഇത്, ശബരിമലയിലെ പ്രഭാമണ്ഡലമായിരുന്നു എന്ന് പറഞ്ഞ് ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ കോടാനുകോടി രൂപകളാണ്. ആ രൂപയുടെ മൂല്യം നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ റിട്ടയർഡ് SP ആയിട്ടുള്ള അദ്ദേഹം ഇതിന്റെ സ്വർണത്തിന്റെ വിലയാണ് മാത്രം പറഞ്ഞത്. പക്ഷെ ഇതിന്റെ ഡിവൈൻ വാല്യൂ, ഇതിന്റെ ആർക്കിയോളജിക്കൽ വാല്യൂ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നില്ല. വാസുവിനെ സഹായിച്ച് നമ്മൾ നോക്കുക. വാസു തുടക്കകാലത്ത് പറഞ്ഞ കാര്യം എന്താണ്? വാസുവും പത്മകുമാറും പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഈ കേസിലെ വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വാസു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തനി കള്ളനായതുകൊണ്ട് നിയമം അറിയാവുന്നതുകൊണ്ടും അദ്ദേഹം പറഞ്ഞ എന്താണ്? 2019 മാർച്ചോടുകൂടി ഞാൻ കമ്മീഷണർ പദവി ഒഴിഞ്ഞു, 2019 നവംബർ മാസത്തിൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. അതിന്റെ ഇടയ്ക്ക് നടന്ന കാലഘട്ടത്തിൽ നടന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല, ഉദ്യോഗസ്ഥരാണ് കുറ്റവാളികളെന്നായിരുന്നു തുടക്കകാലത്ത് നമ്മുടെ ചാനലിൽ ഉൾപ്പെടെ വന്ന് ചർച്ച ചെയ്ത വിഷയം. പക്ഷെ എന്ത് പറ്റി? ഈ ഒരു ക്രിമിനൽ മനഃശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ, ബൈജു തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു. അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒഴികെ ബാക്കി 3 പേരും അവരുടെ ഉദ്യോഗസ്ഥരായിരുന്നു. ഒരു ക്രിമിനൽ കേസിൽ ഒരാളെ പ്രതിയാക്കി അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ജയിലിൽ 2 ദിവസം കടന്നു കഴിയുമ്പോൾ ഇവൻ മാനസികമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനും എന്റെ കുടുംബവും ഒക്കെ നാറി, ഇനി അതുകൊണ്ട് ബാക്കിയുള്ളവരൂടെ നാറണം, അതുകൊണ്ട് സത്യം തുറന്നു പറയും. അപ്രകാരമുള്ള ഏതെങ്കിലുമൊക്കെ പരാമർശങ്ങൾ ഈ 3 വ്യക്തികളുടെ വായിൽ നിന്ന് രേഖ ഉൾപ്പെടെ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പിണറായിയുടെ കയ്യിലെ ഒരു കുഞ്ഞിരാമനാണ്, ഒരു കളിപ്പാവ മാത്രമാണ്. നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രി ഈ ശബരിമലയിലെ ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമം നടത്തിയപ്പോൾ തുറന്ന് എന്തൊക്കെയാ ഭഗവത്ഗീതയിലെ ഭക്തന്റെ ലക്ഷണം ഒക്കെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഈ മോഷണം നടന്നിട്ട് ഇത്ര നാളിനായിട്ട് ഒരൊറ്റ ദിവസമെങ്കിലും ഈ ശബരിമലയിലെ മോഷണത്തിനെ പറ്റി തുറന്നിട്ടുണ്ടോ പിണറായി വിജയൻ? അദ്ദേഹത്തിന് നാണമാണ്, പറയാനൊക്കില്ല.
അദ്ദേഹം ഭക്തന്റെ ലക്ഷണമാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഭഗവത്ഗീത കൃത്യമായി കള്ളന്റെ ലക്ഷണവും പറഞ്ഞിട്ടുണ്ട്. ആ കള്ളന്റെ ലക്ഷണമാണ് പിണറായിക്ക് ഉള്ളത് എന്നതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇതുവരെ വാ തുറക്കാതിരുന്നത്. ശ്രീ വാസു എന്ന് പറയുന്ന നിസ്സാരനായ ഒരു വ്യക്തിയൊന്നുമല്ല. ആ വ്യക്തി നമ്മൾ കവർന്നോ പ്രഭാമണ്ഡലം എന്നുള്ള ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. കവർന്നത് തന്നെയാണ്. പക്ഷെ കവർന്നു എന്ന് യാതൊരു വിധമായ തെളിവും കവർന്നതിന്റെ 379 എന്ന് പറയുന്ന ഒഫൻസ് പോലും ഇടാതെയാണ് ഇതിന്റെ അന്വേഷണം മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ശ്രീ മഹേഷ് പണിക്കർ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനകത്ത് വീഴ്ച പറ്റിയിട്ടുള്ളത് ആർക്കൊക്കെയാണ്? തന്ത്രിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒരു ഹൈന്ദവ സംഘടനാ പ്രതിനിധി എന്ന രീതിയിൽ രാജാവ് നഗ്നനാണ് എന്ന് പറയാനുള്ള ഒരു അധികാരം കൂടി അല്ല, ഒരു മനസാക്ഷി എനിക്കുണ്ട്. ഞാനത് പറയും എല്ലാ ദിവസവും വിളിച്ച് പറയണം. കാരണം തന്ത്രി ആയതുകൊണ്ട് നമ്മളുടെ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ സ്വയം നവീകരണം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ചില തിന്മകളെയും ചില മോശങ്ങളെയും എടുത്തു കാണിക്കുക തന്നെ വേണം. കാരണം തന്ത്രി എന്ന് പറയുന്ന ബാക്കി ക്ഷേത്രങ്ങളിലെ തന്ത്രി എപ്പോഴാണ് ആ ക്ഷേത്രത്തിൽ ചെല്ലുന്നത്? ഉത്സവ ചടങ്ങുകളിലെ അടിയന്തര പ്രാധാന്യമുള്ള ചടങ്ങുകൾക്ക് മാത്രമാണ് തന്ത്രി ആ ക്ഷേത്രങ്ങളിൽ പോകുന്നത്. പക്ഷെ ശബരിമല തുറന്നിരിക്കുന്ന എല്ലാ ദിവസവും അവിടെ തന്ത്രിയുടെ സാന്നിധ്യമുണ്ട്. ആ തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടും അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിനെ വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും സാധിക്കില്ല. അതൊരു പാളിച്ച. 2019 ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ജില്ലാ ജഡ്ജി ഉണ്ടായിരുന്നു. ഇപ്പോൾ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ജില്ലാ ജഡ്ജി ഇപ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ഇരിക്കുന്ന പോലെ 2019 ജില്ലാ ജഡ്ജിയായിരുന്ന സ്പെഷ്യൽ കമ്മീഷണർ എന്തേ അവിടെ 19 നടന്ന ഈ കൊള്ളകളെ പറ്റിയും ഈ കള്ളങ്ങളെ പറ്റിയും ഈ മോഷണങ്ങളെ പറ്റിയും അറിഞ്ഞില്ല? അദ്ദേഹം അത് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നു എങ്കിൽ 2025 ഈ മോഷണം ഉണ്ടാകുകയില്ലായിരുന്നു. ഈ കള്ളന്മാർ എന്താണ് ഉദ്ദേശിച്ചെന്നറിയാവോ? 2019 കുറെ ഞങ്ങൾ മോഷ്ടിച്ചല്ലോ, അത് 6 വർഷമായിട്ടും പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ, ഇനി 25 മോഷ്ടിച്ചാലും ഇത് പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു അമിതമായ വിശ്വാസമായിരുന്നു ഈ കള്ളന്മാർക്ക്. അതിനുള്ള അവസരം ഒരുക്കിയതില് ഒരു വീഴ്ച വരുത്തിയ വ്യക്തി ശബരിമലയിലെ 2019 സ്പെഷ്യൽ കമ്മീഷണർ തന്നെയാണ്. അതിന്റെ ഭാഗത്ത് പേര് ജുഡീഷ്യൽ സർവീസിലുള്ള നിലവിലുള്ള ആളായതുകൊണ്ട് ഞാൻ ആ പേര് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2019 കമ്മീഷണറുടെ ഭാഗത്ത് അദ്ദേഹം കള്ളം കാണിച്ചു എന്നോർത്ത് ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ച നമ്മൾ ചൂണ്ടിക്കാണിക്കണം. കാരണം ജുഡീഷ്യറി ആയതുകൊണ്ട് ആരും മിണ്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ജുഡീഷ്യറി ആണെങ്കിലും അതിനെ ഒരു പരിധി വരെ വിമർശിക്കാൻ നമുക്കും അവകാശമുണ്ട്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, ജഡ്ജ്മെന്റുകളിലെ കുറ്റം നമുക്ക് പറയാം. അവരെ വ്യക്തിപരമായി മോശമാക്കുന്നതല്ല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്തെ വീഴ്ച നമ്മൾ പറയണം. രണ്ടാമത്തെ, പത്മകുമാർ ഈ കേസ് ഉണ്ടായപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ മുകളിൽ ഞാൻ ദൈവതുല്യരായി കരുതുന്ന വ്യക്തികൾ എനിക്ക് പണി തന്നു. അതിനകത്ത് 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് പണി തന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പണി ഇതിനകത്ത് നടന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവതുല്യരായി ഞാൻ കരുതിയ ആള് CPM-ന്റെ ആളാണ്, അതേ ഒരു ഭക്തൻ തന്നെയാണ്. ഒരു ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അല്ലെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള പത്മകുമാറിന്റെ മുകളിലിരിക്കുന്ന ദൈവങ്ങൾ ഏത് റാങ്കിലുള്ളതാണ്? സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോ ദേവസ്വത്തിന്റെ മന്ത്രിമാരോ ആയിരിക്കും. അല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന്റെ വാചകത്തിന്റെ ഇടയിൽ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ അതിനെ ഡീകോഡ് ചെയ്യുക, ഇപ്പോൾ എല്ലാം ഡീകോഡ് ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ദൈവങ്ങൾ എന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വത്തിന്റെ മന്ത്രിയായിരുന്ന വ്യക്തി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അതിന്റെ മുകളിലുള്ള ദൈവം സാക്ഷാൽ പിണറായി തമ്പുരാൻ തുടങ്ങിയവരിലേക്കൊക്കെ ഇതിന്റെ അന്വേഷണം പോകും. അതുകൊണ്ടാണ് നാളിതുവരെ ആയിട്ടും പിണറായി ആയിക്കൊള്ളട്ടെ കടകംപള്ളി സുരേന്ദ്രൻ ആയിക്കൊള്ളട്ടെ വാ തുറന്നിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ LDF കൺവീനർ ഇന്ന് മാത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ 2 വരിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത്. നാട്ടിലെ കോഴിമോഷണത്തിനെ പറ്റി പോലും പ്രതികരിക്കുന്ന LDF കൺവീനറുടെ വായിൽ നിന്ന് നാളിതുവരെ ശബരിമല മോഷണത്തിനെ പറ്റി ഒരു വരി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മാത്രം അവരുടെ ഭാഗത്ത് ഇക്കാര്യങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വളരെ ആഭാസനാണ് പിണറായി. കള്ളനും ജഡ്ജിയുമാക്കിയ ഒരു ആഭാസൻ ഉണ്ടെങ്കിൽ ആ ശബരിമലയിലേക്ക്, ആ ശബരിമലയുടെ പവിത്രതയെ നശിപ്പിക്കാൻ ഒരു വ്യക്തിത്വവുമില്ലാത്ത സ്ത്രീകളെ ഇരുളിന്റെ മറവിൽ തള്ളിക്കയറ്റിക്കൊണ്ടുപോയ വ്യക്തി. ഇനി ഒരു കാര്യം കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്രീ അനിൽ നമ്പ്യാർ, ഇവരൊക്കെ ഇനി മാനസിക രോഗികളായിട്ട് അഭിനയിക്കാനുള്ള സാധ്യതയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോയിട്ട് തന്നെ ഈ ഡിപ്രഷന്റെ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട് വക്കീലന്മാര്. AP ശങ്കരദാസ്, അദ്ദേഹം ദേവസ്വം ബോർഡ് മെമ്പർ ആയിരുന്നു. സ്ത്രീ പ്രവേശനം കഴിഞ്ഞ സമയത്ത് തന്നെ മാനസിക രോഗം ബാധിച്ച് തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ അദ്ദേഹം 6 ദിവസം കിടന്നിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തെ അതിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ അഭിനയമാണ്.
ഈ അഭിനയം എന്തിനാണ്? ക്രിമിനൽ കേസിൽ നിന്ന് രക്ഷപ്പെടുക. ഇന്നൊരു പ്രധാനപ്പെട്ട മാധ്യമം, ഞാൻ എന്റെ അഭിപ്രായമല്ല പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട മാധ്യമം പറഞ്ഞിട്ടുണ്ട്, ശങ്കർദാസ് മാനസിക രോഗിയായിട്ട് അഭിനയിക്കുന്നുണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് അന്വേഷിക്കണമെന്ന്. Yes. അത് ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. Okay. ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയ പഴുതുകളെല്ലാം സൃഷ്ടിക്കാൻ 6 ആഴ്ചക്കാലം ഒരുക്കി കൊടുക്കുന്നതിൽ ഈ CA സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നിർണായകമായ പങ്കുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടലിനും ചെകുത്താനും ഇടയിൽ പെട്ടിരിക്കുകയാണ്. Yes. കടൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ മേലുദ്യോഗസ്ഥരും അവരെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യനും. ഇപ്പുറത്താരാണ്? കോടതി. ചെകുത്താൻ, ഹൈക്കോടതി വടിയെടുത്ത് നിൽക്കുകയാണ്. ഇവരെ ആരെ സഹായിക്കാൻ ഒക്കാത്ത രീതിയിൽ, എന്നാൽ അതിന്റെ ഇടയിൽ സൂത്രപ്പണി കാണിച്ച് 379 ഒഴിവാക്കി, എന്നാൽ ഇടയ്ക്ക് ഒരു വരി കുത്തിക്കയറ്റി അപഹരണമെന്ന വാക്കും എഴുതി തന്ത്രപൂർവമായിട്ട് ഇതിനെ വഷളാക്കിക്കൊണ്ട് പോവുകയാണ്. ഇവരൊക്കെ ഭാവിയിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അനിൽ നമ്പ്യാരും നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാം, ജീവിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരെ വാസുവിനെ ഒന്നും ചെയ്യാനൊക്കില്ല. റിട്ടയർഡ് SP ഉണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ, ക്രിമിനൽ കോൺസ്പിറസി ഒക്കെ പ്രൂവ് ചെയ്യാൻ കോടതിയിൽ വളരെ പ്രയാസമുള്ള ഒഫൻസ് ആണ്. യെസ്, നമുക്ക് ചോദിക്കാം. എന്തായാലും ശ്രീ ജോർജ് ജോസഫ് 8:30 മണി വരെ ഉള്ളൂ, അദ്ദേഹത്തിന് പോകണം. അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ഈ പത്മകുമാറുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകൾ പറയുന്നത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യില്ല എന്നാണ്. അറസ്റ്റ് ചെയ്താൽ പത്മകുമാർ വാ തുറക്കും, പത്മകുമാർ വാ തുറന്നാൽ പല വമ്പന്മാരും പെടും എന്നാണ്. അതുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം ആ ഒരു ആത്മവിശ്വാസത്തിലാണ്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്ത് വിട്ടയക്കും എന്ന പ്രതീക്ഷയിലാണ് പത്മകുമാർ. കാരണം പത്മകുമാർ ആ ആത്മവിശ്വാസം പുലർത്തിക്കൊണ്ട് പോകുന്നത്, പത്മകുമാറിനെ പിടിച്ചാൽ പത്മകുമാറിന് പലതും പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ അത് പലർക്കും പണിയാകും, പാരയാകും.